തിരുവനന്തപുരം നേമം തളിയാതിച്ചപുരം മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ കാലാവധി ചട്ടങ്ങൾ മറികടന്ന് നീട്ടി നൽകുന്നതിൽ ഭക്തജന പ്രതിഷേധം. 2 തവണ കാലാവധി നീട്ടി നൽകിയ സമിതി പിരിച്ചുവിട്ടിട്ട് വീണ്ടും അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് ഭരണം തുടരുന്നതിലാണ് പ്രതിഷേധം. ദേവസ്വം ബോർഡ് സമിതിക്ക് വഴിവിട്ട് സഹായം നൽകുന്നുവെന്നും ആക്ഷേപമുണ്ട്. നേമം തളിയാതിച്ചപുരം മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ കാലാവധി 1 വർഷം മുൻപ് പൂർത്തിയായിരുന്നു. സജിത് കുമാർ പ്രസിഡന്റായ 13 സമിതിയുടെ കാലാവധി ദേവസ്വം ബോർഡ് 2 തവണ നീട്ടി നൽകി. ഇക്കഴിഞ്ഞ ജനുവരി 26 സമിതി പിരിച്ചുവിട്ടിട്ടും അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് ഭരണം തുടരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ ശിവക്ഷേത്രത്തിലും ഒരു ഉപദേശ സമിതി നിലവിൽ വരികയും ആ ഉപദേശ സമിതി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ച് അതിൻ്റെ കാലാവധി തീർന്നിട്ട് ദേവസ്വം ബോർഡിനെ കൊണ്ട് അതിൻ്റെ അധികാരികളെ കൊണ്ട് 6 മാസം നീട്ടി വാങ്ങിച്ച് അവർ ഭരണം തുടരുകയായിരുന്നു. ആ കാലാവധിയും കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ 6 മാസം കൂടി ഭരണസമിതിയെ നീട്ടി വാങ്ങിക്കുവാനായിട്ട് ഈ ക്ഷേത്ര പരിസരത്തുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള ആ ഒരു ബന്ധുത്വത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചുകൊണ്ട് വീണ്ടും ഈ ഭരണസമിതിയെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ഹിന്ദു ഭക്തജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വരും സമയങ്ങളിൽ അത് ഭക്തജനങ്ങളെ കൂട്ടായ്മയായിട്ട് വികസിപ്പിച്ചുകൊണ്ട് ഒരു സമിതി നമ്മൾ രൂപീകരിച്ച് അതിനെതിരെ പ്രതിഷേധിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിന് അനുമതിയില്ലാത്ത സാമ്പത്തിക പിരിവുകൾ ക്ഷേത്ര ഉപദേശക സമിതി നടത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ സമിതിക്കാണ് ദേവസ്വം ബോർഡ് വഴിവിട്ട് സഹായം നൽകുന്നതെന്നും ഭക്തർ പറയുന്നു. ക്ഷേത്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ സമയത്ത് ഈ ഒരു ഭരണസമിതിയെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് ഭരണ സ്വാധീനം വച്ചുകൊണ്ട് നീട്ടി കൊണ്ടുപോയി ദൂർത്തും അനാവശ്യമായ പണപ്പിരിവും നടത്തി അതിനെ എതിർത്ത നിലവിലെ ഭരണസമിതിയിലെ സെക്രട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അംഗങ്ങളാണ് ഇത്തരമായിട്ടുള്ള ഈ കുൽസിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഭക്തജന പ്രതിഷേധം അലയടിക്കും. വ്യക്തിപരമായ താൽപര്യങ്ങൾ ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്നതിനാൽ ഉപദേശക സമിതി സ്ഥാനമൊഴിഞ്ഞ് നിയമപരമായി പുതിയ സമിതി രൂപീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ദേവസ്വം വിജിലൻസിനും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്കും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഭക്തജനങ്ങളും പരാതി നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.